മുസ്ലിം കമ്മ്യൂണിറ്റിയുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുണ്ട്. അപ്പോൾ രണ്ട് ന്യൂനപക്ഷത്തെ അങ്ങോട്ട് മാറ്റി നിർത്തുക. പിന്നെ മനസ്സിലാക്കുക, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഇത് ഭയങ്കര സംഭവമാണ്. കേരളത്തിൽ BJPക്ക് മനസ്സിലായിട്ടില്ല. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ വലിയ നിർണായക ഘടകം തന്നെയാണ്. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ ലെഫ്റ്റാണ്, ഇടതുപക്ഷക്കാരാണ്. അവർ ഗ്രാജുവലായിട്ടാണ്, കാരണം അവർ ഇടതുപക്ഷ ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ഏറ്റവും കൂടുതൽ ഈഴവ ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ആ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര ഹാർഡ് കോറാണ് ആദ്യം തലയ്ക്കകത്തിടുക. കാരണം വന്നിരിക്കുന്ന രീതി, കാരണം പുതിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. അല്ലാതെ എല്ലാ കമ്മ്യൂണിറ്റിയും കാറ്റർ ചെയ്യാതെ, നർച്ചർ ചെയ്യാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും നിങ്ങൾക്ക് മത്സരിക്കാം, പഴയ പോലെ മത്സരിക്കത്തില്ല. മത്സരിക്കുക തോക്കുക. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 10 ഇലക്ഷൻ മത്സരിച്ചു, 10 ഇലക്ഷനും തോറ്റു. പല നേതാക്കളും പറയുന്നു ഇത്ര ഇലക്ഷൻ മത്സരിച്ചു, ഇത്ര ഇലക്ഷൻ തോറ്റു. അത് പറയാനേ പറ്റത്തുള്ളൂ. ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയും തന്ത്രങ്ങളുമാണ്. അതിനകത്ത് ഞങ്ങൾ ഹിന്ദു വോട്ടുകൾ വാങ്ങിയേ ജയിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടായോ? അതൊരു ചോദ്യചിഹ്നമല്ലയോ? കാരണം കേരളം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഡിവൈഡഡ് ആണ്, ലെഫ്റ്റും റൈറ്റും. അതായത് ഈ റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് BJP വരുന്നത്. അതിനകത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് കേരളത്തിൽ തകർന്നിട്ടില്ല. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു ഈ നാഷണൽ പവർ പോകുമ്പോൾ കേരളത്തിൽ അത് ഡിസ്ട്രോയ് ചെയ്ത് വരുമെന്ന്. ഈ കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് പല ആൾക്കാരും ഇന്ന് BJP പോയിട്ടുണ്ട്. അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാട്ട് പറയാം. പല ക്രൈസ്തവരും BJPയിലോട്ട് പോയിട്ടുണ്ട്. അവർ 1, 2, 3 വർഷം ഇനി അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് കേരളത്തിൽ ഇൻട്രോഡ്സ് ഇല്ലാതായി. എവിടെ നിന്നാലും ജയിക്കത്തില്ല, തോറ്റുകൊണ്ടേയിരിക്കും. അതുമല്ല ഈ കമ്മ്യൂണിറ്റി അവരെ അംഗീകരിക്കത്തുമില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിലെ കാത്തലിക്സ് അവർ BJPയിൽ വന്നു, അവർ തെരഞ്ഞെടുപ്പിൽ പബ്ലിക്കായിട്ട് BJPക്ക് സപ്പോർട്ട് ചെയ്തു. ഇവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ട്, ഇവർക്കൊക്കെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, ചർച്ചുണ്ട്. അവരതിനകത്ത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവം ഇതൊക്കെ ചോദ്യങ്ങളുണ്ടാകും. ഫാമിലി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചോദ്യചിഹ്നം വരുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകും. ഈ ഒറ്റ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഈ പറയുന്ന PC ജോർജും ഷോൺ ജോർജും രണ്ടുപേരും തോക്കും. അത് കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഇവർ പിന്നെ പോകാൻ പോകുന്നൊരു പാർട്ടിയും കൂടെ നിങ്ങൾ ആലോചിച്ചോണം. കാരണം ഇവർക്ക് പിന്നെ ഏത് പാർട്ടി പോകും എന്നുള്ളതാണ്. കാരണം ഒന്നില്ലെങ്കിൽ അവരുടെ പഴയ പൊളിറ്റിക്കൽ പാർട്ടി തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് വീണ്ടും മോദിയെ തെറി വിളിക്കും. 5 വർഷം 5 പാർട്ടി. നരേന്ദ്രമോദിയെ തെറി വിളിച്ച PC ജോർജിന് ചില വീഡിയോകളുണ്ട്. അത് ഇപ്പോഴത്തെ BJPക്കാരെ അവർ വാഴ്ത്തുന്നവരടുത്ത് ഒന്ന് ശരിക്കും നോക്കുക.